ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചാറുകറി തയ്യാറാക്കാം. ഇത് നമ്മൾ കുമ്പളങ്ങയും പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഈ ഒരു കുമ്പളങ്ങ പരിപ്പ് ചാറ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഈ ഒരു കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള കുമ്പളങ്ങ നമ്മൾ കട്ട് ചെയ്ത് കുക്കറിനകത്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുമ്പളങ്ങ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ചെറിയ ക്യൂബുകളാക്കിയിട്ട്. ഇപ്പം ഞാൻ കുമ്പളങ്ങ ഒരു 3/4 കിലോ കുമ്പളങ്ങയായിരുന്നു എടുത്തത്. അതിൻ്റെ കുരുവും അതുപോലെ തൊലിയൊക്കെ മാറ്റിയ ശേഷം അതിൻ്റെ വെയിറ്റ് ഒരു 400 ഗ്രാമിനും 500 ഗ്രാമിനും ഇടയ്ക്കായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അളവിലുള്ള കുമ്പളങ്ങയാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങ വേവിക്കുന്ന കൂടെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് അല്പം നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 2 എണ്ണം ഇത് കൂട്ട് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. കൂടെ തന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വെള്ളം 3/4 കപ്പ് അളവിനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ പരിപ്പ് വേവിച്ചത് ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് പരിപ്പ് ചേർക്കാത്തത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പരിപ്പ് വേവിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുമ്പളങ്ങ വേവിക്കുന്ന ഒപ്പം തന്നെ നമുക്ക് പരിപ്പും കൂടി ചേർത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. കുമ്പളങ്ങ മാത്രമാകുമ്പം ഞാനൊരു 10 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത്. പരിപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് 2-3 മിനിറ്റ് കൂടുതൽ വേവിക്കേണ്ടി വരും. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൽ നിന്ന് സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും വെയിറ്റ് ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ആക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ 10 മിനിറ്റ് കുക്ക് ചെയ്യാൻ എടുക്കുന്നത്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരിപ്പും കൂടി നമ്മൾ ഇതിനകത്തിട്ട് ഒരുമിച്ച് വേവിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 14-15 മിനിറ്റോളം ഞാൻ സാധാരണ വേവിക്കാറുണ്ട്. അപ്പോഴാണ് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടുന്നത്. കുമ്പളങ്ങയൊക്കെ വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് 3/4 കപ്പ് അളവിനാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 2 അല്ലി ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുമ്പളങ്ങ നമ്മൾ 10 മിനിറ്റ് വേവിച്ച് അതിനുശേഷം കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടൊന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. നമുക്കറിയാം കുമ്പളങ്ങ നന്നായിട്ട് വെന്താലും അത് വെന്ത് ഉടയത്തില്ല. അതുകൊണ്ട് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുവാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പാണ്. പരിപ്പ് നമ്മൾ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്, തൂരപ്പരിപ്പ്. അത് 1 കപ്പിൻ്റെ 1/3 അളവിനാണ് പരിപ്പ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയ ശേഷം അല്പം ഉപ്പ്, മഞ്ഞൾ, പിന്നെ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് 1 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ പരിപ്പ് വേവിച്ചെടുത്തിരിക്കുന്നത്. പരിപ്പ് ചേർത്ത ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അപ്പം ഞാൻ തേങ്ങ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 1/4 കപ്പ് വെള്ളത്തിലാണ് തേങ്ങ അരച്ചെടുത്തിരുന്നത്. അപ്പോൾ ഇനി ബാക്കി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഈ ഒരു മിക്സി ജാറിൽ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ബാക്കിയുള്ള അരപ്പും കൂടി നമുക്ക് ഈ ഒരു കുമ്പളങ്ങ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുത്ത് തേങ്ങയൊക്കെ ഒന്ന് കുക്കായി കിട്ടണമല്ലോ. അപ്പം കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് കറിയൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ കുമ്പളങ്ങ പരിപ്പ് കറി അല്പം കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയുടെയൊക്കെ റോ ടേസ്റ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിള വന്ന ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാനുണ്ട്. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിലെ പാൻ ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ അളവിന് കടുക് കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത് 2 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ കുറച്ച് കറിവേപ്പില, അത് മൂത്ത് വരുമ്പോഴത്തേക്കും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി നമുക്ക് തയ്യാറാക്കിയിരിക്കുന്ന കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ചത് ചേർത്ത ശേഷം കറി ഒന്ന് മൂടി വയ്ക്കാം.
പിന്നീട് നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനും. അപ്പോൾ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചാറ് കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്